പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കറിക്കടല വെച്ചിട്ട് ഒരു വട ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ തലേ ദിവസം കറിക്കടല ഇട്ട് അതിനെ കുതിർത്ത് വെച്ച് ഇപ്പോൾ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരച്ചിട്ടില്ല, ചെറുതായിട്ട് അരച്ചെടുത്തത്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് മുറിച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാളയും പച്ചമുളകും പെരിഞ്ജീരകവും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിൽ ഒരിച്ചിരി മാവിട്ട് കൊടുക്കുന്നുണ്ട്, അരിമാവാണ്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ അത് എല്ലാം ഒരു സൈഡിലായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണ ചൂടാക്കി വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ വടയായിട്ട് നമുക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. അതേ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്തൊരെണ്ണം കൂടെ ചെയ്തെടുക്കാവേ. നല്ല വടയുടെ ഷേപ്പൊന്നും വരുന്നില്ല, ചെറുതായിട്ട് ഉരുട്ടി ഒന്ന് നടുക്കൊന്ന് പരത്തി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ല വടയുടെ ഷേപ്പിനൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനിവിടെ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആദ്യത്തെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്നെല്ലാം ശരിയാകട്ടെ. വടയൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ടേ. നമുക്കിത് കോരി മാറ്റാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ വട ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാവിൽ കൂടെ നമുക്ക് വടയെല്ലാം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. വീണ്ടും നമ്മൾ ഒരു 4 വട നമ്മൾ വടയുടെ ഷേപ്പൊന്നും ആയിട്ടില്ല, എന്നാലും വടയുടെ രുചിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശരിയാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ബാക്കി എല്ലാ മാവിൽ നമുക്കിതുപോലെ വട ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിന് നമ്മുടെ വട മാവെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് വെള്ളക്കടലയല്ല, ഇത് ചുവന്ന കടലയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിയിട്ടതിന് ശേഷം ഇതിൻ്റെ കടലയുടെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അതങ്ങ് അരഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ ചുവന്ന കടലയും പച്ചമുളക്, സവാളയും പെരിഞ്ജീരകവും ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ രണ്ടാമതിട്ട് നമ്മുടെ വടയൊക്കെ ഒരുവിധം ശരിയായിട്ടുണ്ട് ഒരു വശം. അപ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതുണ്ടാക്കാൻ ഈസിയാണ്, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. പിന്നെ എൻ്റേത് വടയുടെ ഷേപ്പൊന്നും ഇല്ല, എന്നാലും നമുക്ക് അറിയാവുന്ന പോലെ ഉരുട്ടിയിട്ടാൽ മതി കേട്ടോ. വടയുടെ ഷേപ്പ് തന്നെ വരണമെന്നൊന്നും ഇല്ല. ഇതിപ്പോൾ പേര് മാത്രമേ വടയെന്നുള്ളൂ കേട്ടോ. നമ്മളെ സാധാരണ പരിപ്പ് വടയുടെ ഷേപ്പിലൊന്നും ആയിട്ടില്ല. നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ ശരിയായിട്ടില്ല, മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം മാവിൽ ഇത് ഉണ്ടാക്കി എല്ലാം എടുക്കാം കേട്ടോ.
നമ്മുടെ വടയൊക്കെ ഇവിടെ ശരിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഒരു വശം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല മൊരിഞ്ഞ് വരട്ടെ. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ വടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല രസമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റാണ്. ചൂടുണ്ട്, കണ്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.